അടൂർ ഗോപാലകൃഷ്ണനെതിരെ ആഞ്ഞടിച്ച് RPI സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് RC രാജീവ് ദാസ്. സ്ഥിരബുദ്ധി നഷ്ടപ്പെട്ട അടൂർ ഗോപാലകൃഷ്ണനെ ചങ്ങലക്കിടണമെന്ന് രാജീവ് ദാസ് ഫേസ്ബുക്കിൽ ആവശ്യപ്പെട്ടു. അതേസമയം രാജീവ് ദാസിന്റെ പ്രസ്താവന വിവാദമാകാൻ സാധ്യതയേറെയാണ്. അതിരൂക്ഷമായിട്ടാണ് വിമർശനം. മലയാളിക്ക് മനസ്സിലാകാത്ത പടങ്ങൾ നിർമ്മിച്ച മികച്ച സംവിധായകനെന്ന് പൊതുസമൂഹത്തെ കൊണ്ട് പറയിപ്പിച്ച ആളാണ് അടൂർ ഗോപാലകൃഷ്ണൻ എന്ന പരാമർശവും ഫേസ്ബുക്കിൽ പറയുന്നുണ്ട്. സിനിമാ കോൺക്ലേവിലെ ആക്ഷേപങ്ങളിൽ അടൂർ ഗോപാലകൃഷ്ണനെതിരെ രൂക്ഷ വിമർശനം പല കോണുകളിൽ നിന്ന് ഉയരുന്നുണ്ട്. ഇതിനിടയിലാണ് മാധ്യമപ്രവർത്തകൻ കൂടിയായിരുന്ന രാജീവ് ദാസിന്റെ അതിരൂക്ഷ പ്രതികരണം. കേരളം എല്ലാ അർത്ഥത്തിലും ബഹുമാനിക്കുന്ന സംവിധായകനാണ് അടൂർ. കലാമൂല്യമുള്ള ചിത്രങ്ങളാണ് അടൂർ നിർമ്മിച്ചത്. അതൊന്നും തിയേറ്റർ ചലനമുണ്ടാക്കിയില്ല എന്നത് വസ്തുതയാണ്. അപ്പോഴും കലാപരമായി ആഗോളതലത്തിൽ അംഗീകരിക്കപ്പെടുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം അടൂർ നടത്തിയ പ്രസ്താവനയാണ് വിവാദമായത്. സിനിമ നിർമ്മിക്കാൻ സ്ത്രീകൾക്കും ദളിത് വിഭാഗങ്ങൾക്കും സർക്കാർ നൽകുന്ന ഫണ്ടിലായിരുന്നു വിവാദ പരാമർശം. സർക്കാരിന്റെ ഫണ്ടിൽ സിനിമ നിർമ്മിക്കാൻ ഇറങ്ങുന്നവർക്ക് 3 മാസത്തെ ഇൻസെന്റീവ് ട്രെയിനിംഗ് കൊടുക്കണമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആവശ്യം. വിവാദത്തിന് ശേഷം സർക്കാർ പണം മുടക്കുന്ന സിനിമകൾ എടുക്കുന്നവർക്ക് ബജറ്റിംഗിലും സിനിമാ നിർമ്മാണ പ്രക്രിയയിലും സാങ്കേതിക വിദ്യകളിലും കൃത്യമായ ഓറിയന്റേഷൻ നൽകണമെന്നാണ് താൻ വ്യക്തമാക്കിയതെന്ന് സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണൻ വിശദീകരിച്ചിട്ടുണ്ട്. ആർക്കും പണം കൊടുക്കുന്നതിന് എതിരല്ല. ഏതെങ്കിലും ജാതിയിൽപ്പെട്ടവരോ സ്ത്രീകൾ ആയതുകൊണ്ടോ അല്ല തന്റെ അഭിപ്രായം. മുൻ പരിചയമോ പരിശീലനമോ ഇല്ലാത്തവരാണ് ഇതുപ്രകാരം സിനിമയെടുക്കുന്നത്. ഫിലിം മേക്കിംഗിൽ പരിശീലനം നൽകുന്നതിലൂടെ അവരുടെ കഴിവുകളേറെ മെച്ചപ്പെടുത്താനാകും. സ്ക്രിപ്റ്റിന് അനുമതി കിട്ടിയതുകൊണ്ട് മാത്രം ആയില്ല. ബജറ്റ്, ക്യാമറ, ലൈറ്റിംഗ് തുടങ്ങിയ സാങ്കേതിക കാര്യങ്ങളിലും അറിവ് നേടേണ്ടതല്ലേ എന്നും മലയാള മനോരമയോട് അദ്ദേഹം പ്രതികരിച്ചിട്ടുണ്ട്. 1.5 കോടി രൂപ കൊമേഴ്സ്യൽ സിനിമ നിർമ്മിക്കാൻ ആവശ്യമായ പണമാണ്. ഇത് 50 ലക്ഷം വെച്ച് 3 പേർക്ക് കൊടുത്താൽ കൂടുതൽ പേർക്ക് പ്രയോജനം ലഭിക്കും. പോസിറ്റീവായാണ് 50 ലക്ഷം വീതം നൽകണമെന്ന് പറഞ്ഞത്. എന്റെ സിനിമകളുടെ ബജറ്റ് പോലും 1 കോടിക്ക് മുകളിൽ പോയിട്ടില്ല. 10-15 ലക്ഷം വെച്ച് പുതിയ കുട്ടികൾ സിനിമ എടുക്കുന്നു. സെൽഫോണിലും സിനിമ വരുന്നു. ഈ സ്ഥിതിയിൽ 1.5 കോടി വലുതാണ്. ഇക്കാര്യം മുഖ്യമന്ത്രിയോട് സൂചിപ്പിച്ചിരുന്നു. പണം സിനിമയുടെ നന്മയ്ക്ക് വേണ്ടി നല്ല രീതിയിൽ ചെലവഴിക്കണം. ജാതിവെറിയൻ എന്ന് എന്നെപ്പറ്റി കേൾക്കുന്നത് ആദ്യമായിട്ടാണ്. ഞാൻ ജാതിവാദിയോ സ്ത്രീ വിരോധിയോ അല്ല. മനുഷ്യനെ മനുഷ്യരായി മാത്രമേ കാണുന്നുള്ളൂ, അടൂർ ഗോപാലകൃഷ്ണൻ പറഞ്ഞു. ഇതിനുശേഷം അടൂരിനെതിരെ വിമർശനം തുടരുകയാണ്. പല സംഘടനകളും അടൂരിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. സിനിമാ കോൺക്ലേവിന്റെ സമാപന പരിപാടിയിൽ ദളിതർക്കും സ്ത്രീകൾക്കുമെതിരെ വിവാദ പരാമർശം നടത്തിയ സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണന് മറുപടി നൽകി മന്ത്രി R ബിന്ദുവും രംഗത്ത് വന്നിരുന്നു. വിശ്വചലച്ചിത്ര വേദികളിൽ വിഹരിച്ചിട്ട് കാര്യമില്ല, ഹൃദയവികാസമുണ്ടാകണം, മനുഷ്യനാകണം, മന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ രാജീവ് ഇത്തരത്തിൽ ഫേസ്ബുക്ക് ഇട്ട് വിമർശിച്ചിരിക്കുന്നത്. സ്ഥിരബുദ്ധി നഷ്ടപ്പെട്ട അടൂർ ഗോപാലകൃഷ്ണനെ ചങ്ങലക്കിടണം. ദളിത് സമൂഹത്തെയും വനിതകളെയും അടച്ചാക്ഷേപിച്ച അടൂർ ഗോപാലകൃഷ്ണൻ കേരള സമൂഹത്തിന് ആകെ തന്നെ അപമാനമായി. കന്യാസ്ത്രീ വിഷയത്തിൽ നിലവിളിച്ചവർക്ക് ഗോപാലകൃഷ്ണൻ നൽകിയ തിരിച്ചടിയാണ് വിവാദ പ്രസ്താവനയിലൂടെ വ്യക്തമാകുന്നത്. തീവ്ര സവർണ ചിന്താഗതിയാണ് അടൂരിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വന്നത്, അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു.